ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ഗോഡ്സില എക്സ് കോങ് ദി ന്യൂ എംപയർ സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമ കണ്ടത് ആസ് യൂഷ്വൽ ആയിട്ട് സൺഡേ ആണ്. ഒരുപാട് ദിവസമായി റിവ്യൂ ഇടാൻ. സോ റീസൺ എന്താന്ന് പറഞ്ഞിട്ട് ആടുജീവിതം സിനിമയുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ സിനിമ എങ്ങനെയെന്നും പറയുന്നതിന് മുന്നേ ഈ ഗോഡ്സില കോങ് സീരീസ് സിനിമയുടെ സീരീസൊക്കെ ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് കണ്ടത്. ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിനോടൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് ഇവരാണ് എനിക്ക് ഈ സിനിമ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തത്. സോ അതിൽ ഞാൻ കണ്ടത് ഗോഡ്സില 2014 എന്നിട്ട് അടുത്തതായിട്ട് കണ്ടത് ഗോഡ്സില ദി കിങ് ഓഫ് മോൺസ്റ്റർ ആൻഡ് നെക്സ്റ്റ് ആണ് കോങ് ദി സ്കൾ ഐലൻഡ്. ഇത് ഇത്രയാണ് കണ്ടത്. ഈ 3 സിനിമയാണ് കണ്ടത്. ഇതിലെനിക്ക് ഗോഡ്സില ഫസ്റ്റ് 2014 ഇത് എനിക്ക് അത്രയ്ക്കൊരു ഇഷ്ടപ്പെട്ടില്ല. എന്നായാലും ഓക്കെ, നന്നായിട്ടുണ്ടായി. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗംഭീര സിനിമ എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തത് ഗോഡ്സില ദി കിങ് ഓഫ് മോൺസ്റ്റർ. ഒരു ഗംഭീര സിനിമയായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു. അവസാനത്തെ സീനൊക്കെ കിഡിലൻ സീനായിരുന്നു. പിന്നെ എനിക്ക് ഈ സിനിമയിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സൗണ്ട് ഡിസൈനാണ്. ആ ഹെഡ്ഫോണൊക്കെ ഇട്ടിട്ട് കേൾക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെ. തിയേറ്ററിലൊക്കെ നെക്സ്റ്റ് ലെവൽ വൈബാണ്. പിന്നെ അടുത്തതായിട്ട് കണ്ടത് കോങ് ദി സ്കൾ ഐലാൻഡ് ആണ്. അതും നെക്സ്റ്റ് ലെവലാണ്. ആ വിഷ്വൽസ്, കോങ്ങിൻ്റെ സ്ട്രക്ചർ, ആ വിഷ്വൽസൊക്കെ കാണുമ്പോൾ നെക്സ്റ്റ് ലെവലാണ്. കിടുക്കാച്ച എക്സ്പീരിയൻസ് ആയിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കം ടു ദി ഗോഡ്സില എക്സ് ദി കോങ് ന്യൂ എംപയർ. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നന്നായിട്ടുണ്ടായി, കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായി. ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു അത്രയ്ക്ക് ഒരു ഗുമ്മായിട്ടൊന്നും ഇല്ല. എന്നാലും നന്നായിട്ടുണ്ട്. ഓക്കെ ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് അങ്ങ് തുടങ്ങി ഒരു രക്ഷയില്ല. ഗംഭീര ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആയിട്ട് കിടുക്കാച്ച് സെക്കൻഡ് ഹാഫാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന പോലെ ഹ്യൂമൻ സ്റ്റോറിയൊക്കെ കുറച്ച് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇത് മോൺസ്റ്റേഴ്സിൻ്റെ ഒക്കെ കഥയല്ല. എന്നാലും ഹ്യൂമൻ സ്റ്റോറി തന്നെയാണ് കൂടുതലായിട്ട്. ഇവരുടെ സ്റ്റോറി ഉണ്ടായാലും എനിക്ക് നന്നായിട്ടുണ്ടായി. ഈ ഹ്യൂമൻ സ്റ്റോറിയൊക്കെ എനിക്ക് അത്രയ്ക്ക് ഒരു ബോറടി ആയിട്ട് തോന്നും. പിന്നെ കൂടുതലായിട്ട് സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ടായി. അത് കോങ് കാണും ഈ സിനിമയിൽ. അതായത് ബിഗിനിങ് തന്നെ കോങ്ങിൽ തന്നെയാണ് തുടങ്ങുന്നത് ഈ സിനിമയിൽ. പിന്നെ ഞാൻ കണ്ടത് 3Dയിലാണ്. എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു 3Dയിൽ. പിന്നെ ഈ സിനിമയിൽ ഒരു കൂടുതലായിട്ട് ഈ നൈറ്റിലാണ് ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുക്കുന്നത്. അതായത് ഗോഡ്സില, പിന്നെ ഗോഡ്സില ദി കിങ് ഓഫ് മോൺസ്റ്റർ, ഇതിലൊക്കെ കണ്ടാലറിയാം കൂടുതലായിട്ട് നൈറ്റിലാണ് ഈ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടായത്. പക്ഷേ ഈ സിനിമയിൽ ഡേയിലാണ് വെച്ചിരിക്കുക. അതൊരു ഡിഫറൻഷിയേറ്റ് കിടിലായിട്ടാണ്. ഈ ബാക്കി സിനിമ കണ്ടപ്പോൾ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായി. ഈ സിനിമയിൽ കൂടി നൈറ്റിൽ തന്നെ ഫൈറ്റ് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായി. പക്ഷേ മൊത്തത്തിൽ തരണായി. ഈ സിനിമയിൽ ഫൈറ്റൊക്കെ ഉണ്ടായി ഡേയിൽ തന്നെയാണ്. അതൊരു കിടിലനായിരുന്നു. പിന്നെ ഈ സിനിമ 3Dയിൽ കണ്ടത് കൊണ്ട് 3D ഡിസൈനൊക്കെ നന്നായിട്ടുണ്ടായി. ഈ സിനിമയ്ക്ക് മെയിൻലി ആയിട്ട് വേണ്ടത് സൗണ്ട് ഡിസൈനാണ്. അതൊക്കെ നന്നായിട്ടുണ്ടായി. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു ഫൺ എൻ്റർടൈനറാണ്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോളി. ഒരു നല്ല ഒരു 4K സ്ക്രീനിലൊക്കെ കണ്ടാൽ അടിപൊളിയായിട്ടിരിക്കും. അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ അത്രേ പറഞ്ഞുകൊണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. അപ്പോൾ ബൈ, ടാറ്റ.